ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ട്രാവൽ ലവേഴ്സ് ബൈ മുന്ന. ഇന്നൊരു ഈദ് വ്ളോഗായിട്ടാണ്. അതിൽ 2 മെയിൻ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദിവസത്തെ കുറച്ച് വീഡിയോസും ഉണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. ഇതിൽ ആദ്യം ഉണ്ടാക്കണത് ഗോതമ്പ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഞാൻ ഇപ്പോൾ 2 പാത്രം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് സാധാ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് കുഴച്ച് വെക്കുക. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ച് വെച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഈ മാവ് മൂടണ അത്ര വെള്ളം ഒഴിച്ച് വെക്കണം. ഏത് പാത്രത്തിലാണ് നമ്മൾ ആ മാവ് വെക്കണത് ആ മാവിനനുസരിച്ചിട്ടുള്ള ആ മാവ് മൂടണ വെള്ളമാക്കിയിട്ട് ഒരു 3 മണിക്കൂർ ഇതേപോലെ അത് നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. മിൽക്ക് പേട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് എടുക്കണം. 1 ടിന്ന് മിൽക്ക് മെയ്ഡും അതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ബട്ടർ, അത് അൺസാൾട്ട് ബട്ടർ ആണ്, സാൾട്ട് ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ അത്യാവശ്യം കുറച്ച് ബട്ടർ അത്യാവശ്യം ചേർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് പിന്നെ കുറച്ച് വാനില എസൻസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാല്, 1 കപ്പ് പാലും ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക. ഇത് നല്ല പോലെ കുറുകി വരണം കേട്ടോ. ഇത് പാലൊക്കെ ഒന്ന് വറ്റി നല്ല പോലെ കുറുക്കി, അത് നമുക്ക് അറിയാം. അത് വറ്റിയിട്ട് അതിൻ്റെ ഒരു തിക്നെസ് വരും. ഇതേപോലെ നമുക്ക് ആയി കിട്ടണം. നല്ല പോലെ കുറുകിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം. ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഈ മിക്സ് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് മുറിച്ചെടുത്താൽ മതി. ഇത് കഴിഞ്ഞ് പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ പോയി. പെരുന്നാളല്ലേ, അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീനാക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയുടെ മാവ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇതേപോലെ നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. ആ ഒരു ചപ്പാത്തിയുടെ ഒരു മിൽക്ക്, ഗോതമ്പിൻ്റെ ഒരു മിൽക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ട് അത് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു പാല് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതാണ് നമ്മൾ കുറുക്കിയെടുക്കണത്. പാല് കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് പഞ്ചസാര, അത്യാവശ്യം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇടുക. ഉപ്പ് നമ്മൾ മുന്നിട്ട കാരണം പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. പഞ്ചസാര ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കണം. പെട്ടെന്ന് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. കാരണം അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു കട്ട പോലെ വരും. ഇനി നമ്മൾ ഇത് പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ 1 ടീസ്പൂണ്, ഒരു 200 മില്ലി നെയ്യ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കണ ഗോതമ്പിൻ്റെ പൊടിയുടെ അനുസരിച്ചിട്ട് നമ്മൾ ചേർത്താൽ മതി. പിന്നെ ഇതേപോലെ നെയ്യ് വറ്റി വരുമ്പോൾ നമ്മൾ ഈ നെയ്യ് ഒരു ഡപ്പ, 200 മില്ലിയുടെ ഒരു ഡപ്പ ഫുള്ള് അതിലേക്ക് ആഡ് ചെയ്യണം. തിക്നെസ് ആയി വരുന്ന നേരത്ത് നമുക്ക് കാഷ്നട്ട് അതേപോലെ ആൽമണ്ട് എങ്ങനെയാണ് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഞാൻ അപ്പോൾ ഇതിൽ കാഷ്നട്ടാണ് ചേർത്തിട്ടുള്ളത്. നല്ല പോലെ ഇളക്കി കൊടുക്കുക. ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മളത്
തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തണുക്കാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് തണുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് രണ്ടും നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതൊക്കെ ബോക്സിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ രാത്രിയായി. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിട്ടുള്ള തന്നെയാണ്. ഇപ്രാവശ്യം അധികം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ അതിരുന്ന് കോർത്ത് പെരുന്നാളിൻ്റെ അന്ന് വെക്കാമെന്നുള്ളതിൽ അതിരുന്ന് കോർക്കുകയും ചെയ്ത്. ഇനി ഇവിടുന്ന് ഉള്ളത് ഏത് ഡേഡാന്നുള്ള വീഡിയോസുകളാണ്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഉമ്മയും ഉപ്പയും കിച്ചണിൽ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കധികമാണ്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പുഡിങ്ങിനും അതേപോലെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് ഞാൻ നിന്ന്. ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോറായി പോകും. കാരണം എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ജസ്റ്റ് അതിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിന് നിന്ന്. അപ്പോൾ പിന്നെ ഒരേ ഭാഗങ്ങൾ ക്ലീനായി വന്ന് പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കുളിക്കാനൊക്കെ പോയി. അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച്. ഇപ്രാവശ്യം പിന്നെ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല എല്ലാവർക്കും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വീട്ടിൽ തന്നെ നിന്നിട്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് നിന്ന്. ഉമ്മയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയും ബീഫ് വരട്ടിയതൊക്കെ ആയിരുന്നു റെസിപ്പികൾ. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ ഒരു സംഭവം തന്നെയാണ്. പിന്നെ അപ്പം അതുകൊണ്ട് റെസിപ്പിയൊന്നും ഞാൻ ഇട്ടില്ല. അവിടുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. ഫുഡൊക്കെ അടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ മൈലാഞ്ചി ഇട്ടത്. തലേന്ന് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ മൈലാഞ്ചി ഒന്നും ഇട്ടില്ല. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടത്. അത്ര പ്രൊഫഷണൽ മൈലാഞ്ചി ഇടുന്ന ആളൊന്നും അല്ല ഞാൻ. എന്നാലും നമുക്കറിയണ പോലെ ഡിസൈൻ വെച്ചിട്ട്
ജസ്റ്റ് മൈലാഞ്ചി ഇട്ടെന്നുള്ള ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഫിനിഷ് ആവണമെങ്കിൽ മൈലാഞ്ചി വേണം. അപ്പം അങ്ങനെ ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.